ദയവായി ഇരുന്നാലും. ഈ ആഴ്ച നമ്മുടെ സെക്കൻഡ് വീക്ക് ആരാധന ആരംഭിക്കുകയാണ്. സെക്കൻഡ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചിലർക്ക് അറിയാൻ വയ്യ, അതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞേക്കാം. ഇന്നേക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുറകിൽ 1984 സഭയ്ക്ക് ഒരു മാസത്തിൽ 2-3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നന്നായിരിക്കും എന്നൊരു തോന്നലുണ്ടായി. 1984 മാർച്ചിലാണ് ആദ്യമേ അങ്ങനൊരു ചിന്ത എനിക്കുണ്ടാകുന്നത്. അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും ഉള്ളവർ ചേർന്ന് ഒരു മാസത്തിൽ ഒരു 3 ദിവസം ഒരുമിച്ച് ഉപവസിക്കുന്നത് കൊള്ളായിരിക്കും എന്ന് തോന്നി. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ രണ്ടാമത്തെ ശനിയാഴ്ച, ഓരോ മാസത്തിൻ്റെ രണ്ടാമത്തെ ശനിയാഴ്ച ഒരു ഗവൺമെൻറ് ഹോളിഡേ ആയിരുന്നു. അന്ന് എനിക്കും ഹോളിഡേ. എന്നെപ്പോലെ പലർക്കും ഹോളിഡേ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ശനിയാഴ്ച ഉൾപ്പെടെ വെള്ളി, ശനി, ഞായർ ചേർന്നിരിക്കാം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി എല്ലാ മാസത്തിൻ്റെയും രണ്ടാം ശനിയാഴ്ച അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ചേർന്ന് ഉപവസിക്കാനായിട്ട് തുടങ്ങി. ദിവസം കംപ്ലീറ്റ് ആകാനായിട്ട് അത് വ്യാഴാഴ്ച വൈകിട്ട് അങ്ങ് തുടങ്ങാമെന്ന് പിന്നൊരു അഭിപ്രായം ഉണ്ടായി. അങ്ങനെ രണ്ടാം ശനിയാഴ്ചയുടെ പുറകിലത്തെ വ്യാഴാഴ്ച വൈകിട്ട് ആരംഭിച്ച് ശനിയാഴ്ച രാത്രി കൊണ്ട് തീരുന്ന ഒരു ഉപവാസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് കർത്തൃമേശ കഴിഞ്ഞ് തിരുവത്താഴവും കഴിഞ്ഞ് അത് ബ്രേക്ക് ചെയ്യുന്നത് പോലെ ആരംഭിച്ചു. അങ്ങനെ അതിനെ സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് പ്രെയർ എന്ന് വിളിച്ചു. ഇപ്പം ചിലപ്പോഴത് സെക്കൻഡ് വീക്ക് ആകണമെന്നില്ല, തേർഡ് വീക്കിൽ പോകും. കാര്യം ശനിയാഴ്ചയാണ് ക്രൈറ്റീരിയ. 1-ാം തീയതി ഒരു ഞായറാഴ്ചയാണെങ്കിൽ 14-ാം തീയതിയെ രണ്ടാം ശനിയാഴ്ച വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് ആഴ്ച 3-ാമത്തേതാണ്. പക്ഷെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് വീക്ക് ഫാസ്റ്റിംഗ് എന്നാണ്. അങ്ങനെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഈ ആഴ്ചയിലാണ് നടക്കേണ്ടത്. ഈ ആഴ്ചയിൽ ഒരു പ്രവാചകൻ കേരളത്തിൽ നിന്ന് വരും, അദ്ദേഹം കൂടെ ഉണ്ടായിരിക്കും. ഞാൻ പാസ്റ്റർ റെയ്സൺ തോമസിനെ ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പൊതുവെ ഈ ചർച്ചിൽ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ നമ്മളൊരു മേജർ മീറ്റിങ്ങിന് വിളിക്കുന്ന പതിവില്ല. പക്ഷേ പാസ്റ്റർ റെയ്സൺ തോമസിനെ നമ്മളൊരു മേജർ മീറ്റിങ്ങിന് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കണ്ടതാണ്, ഇറ്റ് ഈസ് ഫൈൻ. എല്ലാവരും അത് അതുപോലെ അംഗീകരിച്ചു. ഇതുപോലെ ഈ മനുഷ്യൻ്റെയും ശുശ്രൂഷ ഞാൻ കണ്ടതാണ് പേഴ്സണലി. ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രവാചകനാണ്. സാമച്ചൻ പറയുന്ന പോലെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെങ്കിൽ വളരെ ആഴത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരാളാണ്. മാത്രമല്ല പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സംഭവം ഐ ലൈക്ക്. അദ്ദേഹത്തോട് ഞാനൊരു വർഷത്തിൽ കൂടുതലായിട്ട് വരാമോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പം ഈ ബിസി ആയിട്ടുള്ളവരെ നമ്മൾ വിളിക്കാറുള്ളൂ, അല്ലാത്തവരെ വിളിച്ചിട്ട് തന്നെ എടുക്കാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ മാസം വരാമെന്ന് പറഞ്ഞു, ഈ ആഴ്ചയിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസത്തേക്ക് മുമ്പേ വിളിച്ച് റീകൺഫേം ചെയ്തിരുന്നു. അദ്ദേഹം വ്യാഴാഴ്ച രാവിലെ ഇവിടെ എത്തും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. ഞാൻ ഈ മലയാളം സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഒരു അപേക്ഷയായിട്ടോ അങ്ങനെ എടുത്താൽ മതി, ഒരു അപേക്ഷയായിട്ട് പറഞ്ഞു എന്നിരിക്കട്ടെ. കഴിവുള്ളവർ എല്ലാവരും ഉപവാസ പ്രാർത്ഥനകളിൽ ഒക്കുന്നിടത്തോളം സമയം പങ്കെടുക്കണം. ആരും ജോലി രാജിവെക്കാനല്ല, ആരും ജോലി വിട്ടേച്ച് വരാനല്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുന്നിടത്തോളം അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് പങ്കെടുക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് നമുക്കൊരനുഗ്രഹമായിരിക്കും. ഈ ആഴ്ച അങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ ഈ ആഴ്ച വിദേശത്തോട്ട് പോയേക്കും. അങ്ങനെയാണെങ്കിൽ വരുന്ന ഞായറാഴ്ച ഞാനിവിടെ കണ്ടെന്ന് വരത്തില്ല. പോവുകയാണെങ്കിൽ മസ്കറ്റിനായിരിക്കും പോകുന്നത്. 1-2 ഞായറാഴ്ചകൾ ഞാനിവിടെ കാണത്തില്ല. 2 ഞായറാഴ്ച അനുവദിച്ചായ മസ്കറ്റിലായിരിക്കും. അത് കഴിഞ്ഞ് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് ഞാൻ 2 ദിവസം ഉണ്ടായിരിക്കും. വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച അതിവിടെ അനൗൺസ് ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യാം. അല്പം പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരിക്കും ന്യൂഡൽഹിയിൽ വെച്ച് നടക്കേണ്ടത്. ഇന്ത്യയുടെ വിടുതലിനെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നാളുകൾക്ക് മുന്നമേ മുതൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ബാംഗ്ലൂരിൽ ഒരു ഉണർവുണ്ടാകുമെന്നും സഭാ വളർച്ച നടക്കുമെന്നും 20 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാനിവിടെ പറഞ്ഞായിരുന്നു, തെങ്ങ് വെട്ടി ഒരു പണി ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. ഇത് അസാധ്യമെന്ന് കരുതിയെങ്കിലും തെങ്ങ് നമുക്ക് വേണ്ടി വെട്ടി, നമ്മുടെ വഴിക്ക് വേണ്ടി തെങ്ങ് വെട്ടി ഒരു പണി നടന്നു. ഇതുപോലെ 20ഓളം വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ആരംഭിച്ച ചില ദൂതുകളുടെ ഒരു സമാഹാരത്തിലേക്കായിരിക്കും ഈ ഡൽഹി മീറ്റിംഗ് വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞത്, ഈ ചർച്ചിൽ കണ്ടിന്യൂസായ പ്രാർത്ഥന ഉയരും. അതിനുശേഷം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള പ്രയർ വാരിയേഴ്സ് ചേർന്ന് ഒരു പ്രയർ മീറ്റിംഗ് നടക്കും. അത് ഇന്ത്യയുടെ ടേണിംഗ് പോയിന്റ്സിൽ ഒന്നായിരിക്കും. ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വന്നു. 21-ഉം 22-ഉം കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഡൽഹിയിലുണ്ടായിരിക്കും. ഇന്നും ഗവൺമെൻറ് അതിൻ്റെ ഫുൾ സാങ്ഷൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ സാങ്ഷൻ 2-3 ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. ഇന്നും അതിൻ്റെ ഫുൾ സാങ്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വരുന്നതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച ഇവിടെ അനൗൺസ് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞത്. നടക്കുകയാണെങ്കിൽ ഇവിടെ അനൗൺസ് ചെയ്യും. ഈ ചർച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും മിക്ക ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണ്ടായിരിക്കും.
അതൊരു ടേണിംഗ് പോയിൻ്റ് ആകുവാൻ ദൈവസഭ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാര്യം അത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇനി ഒരു സഭാരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണത്തുള്ളൂ. അതൊരു ടേണിംഗ് പോയിൻ്റ് ആകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. തുടർന്ന് ഒരു പ്രാർത്ഥനയെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സമയമാകട്ടെ, അതിന് വിളി വരുമ്പോൾ ഞാൻ പറയാം. അത് കാശ്മീരിലായിരിക്കും. ഇത് നാളുകളായി ഇന്ത്യയെക്കുറിച്ചുള്ള ദൈവിക കാര്യപരിപാടി എന്തെന്ന് ദൈവം അറിയിച്ച കൂട്ടത്തിൽ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ ടൈമിലെത്തിയത് കൊണ്ട് ഞാനത് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗത്തെ തുടർന്ന് ഇന്ന് വീണ്ടും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉള്ള സമയം ദൈവസന്നിധിയിൽ എടുക്കാൻ പോകുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യവുമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചത്. ഇന്നും റോമാലേഖനം 4:18 ഒരു പ്രാവശ്യം കൂടെ വായിക്കാം പ്ലീസ്. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആസിക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതുകൊണ്ട് വായിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വായിച്ചു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. മതി. ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ച് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാം ദൈവം വാഗ്ദത്തം ചെയ്തത് അതുപോലെ പ്രാപിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. നമ്മളൊക്കെ ഒരു കാര്യം വിശ്വസിക്കുന്നതോ അംഗീകരിക്കുന്നതോ ഒരു റെഫറൻസ് വെച്ചുണ്ടാകും. ദൈവം പണ്ട് രോഗികളെ സൗഖ്യമാക്കി, ഇന്നും സൗഖ്യമാക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഇന്നൊരു രോഗി സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. കാര്യം എനിക്ക് പഴയ റെഫറൻസ് പറയാനുണ്ട്. ഒരുപാട് രോഗികൾ സൗഖ്യമായത് ഇതിനകത്തിരിപ്പുണ്ട്. നാളെ രാത്രിയിലോ ഇന്ന് രാത്രിയിലോ 12 മണിക്ക് സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. കാര്യം അത് വിശ്വസിക്കാൻ ഒരു റെഫറൻസ് ഇല്ല. ഒരു റെഫറൻസ് ഉള്ളത് അല്ലെങ്കിൽ ഒരു ഭൂതകാല പരിചയം ഉള്ളത് വിശ്വസിക്കുന്നതും ചാൻസ് ഇല്ലാത്തതിനെ വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാ. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. രോഗി സൗഖ്യമാകുന്ന കാര്യമാണോ ആശയ്ക്ക് അനുകൂലമായി ആശയോടെ വിശ്വസിക്കാം. രാത്രിയിൽ സൂര്യൻ ഉദിക്കുന്ന കാര്യമാണോ ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കാൻ കഴിയൂ. അബ്രഹാമിന്റെ വിശ്വാസം ഇതിനു മുമ്പൊരിക്കലും റെഫറൻസ് പറയാനില്ല, പൂർവ്വ അനുഭവമില്ല ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു. അതിൽ അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും തിരിയുന്നില്ല. ദൈവം വാക്ക് പറഞ്ഞത് പൂർണ്ണമായി ചെയ്യുവാൻ ശക്തനാണെന്ന്. അല്പമെന്തെങ്കിലും സംഭവിക്കുമെന്നല്ല, അത് പൂർണ്ണമായി സംഭവിക്കുമെന്ന് വിശ്വസിച്ചതിനാൽ മൃതപ്രായനായ ഒരുവന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സമുദ്രതീരത്തെ മണൽ പോലെയും സന്തതികൾ ജനിച്ചു. 2 കൂട്ടം സന്തതികൾ അബ്രഹാമിന് ജനിച്ചുവെന്ന് തിരുവചനത്തിൽ കാണാം. ഒന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള ഒരു കൂട്ടം സന്തതി, വേറൊന്ന് കടൽ തീരത്തെ മണൽ പോലെയുള്ള ഒരു കൂട്ടം സന്തതി. ഇത് രണ്ടും എണ്ണത്തിൽ വളരെയാ, പക്ഷേ ക്വാളിറ്റിയിൽ നമുക്കറിയാം കുറെ വ്യത്യാസമുണ്ട്. ഞാൻ അബ്രഹാമിന്റെ കൊച്ചുമകനാകയാൽ ഒന്നുകിൽ എനിക്ക് കടൽ തീരത്തെ മണൽ പോലെ വർദ്ധിക്കുവാൻ കഴിയും, 2 എനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വളരുവാൻ കഴിയും. ആകാശത്തെ നക്ഷത്രങ്ങൾ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നതും വെട്ടിത്തിളങ്ങുന്നതും ശോഭയുള്ളതുമാണ്. ഒന്നാണ് അങ്ങനെയാകുവാൻ കഴിയും. അത് കഴിയാത്തവർക്ക് ഭൂമിയിലെ സമുദ്രത്തിന്റെ മണൽത്തരകൾ പോലെ ആരും നോട്ടീസ് ചെയ്യപ്പെടാത്ത, പ്രത്യേകിച്ച് എടുത്തു പറവാൻ ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിന്റെ ഭാഗമാകുവാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ട ടു ബി ഓർഡിനറി, സാധാരണക്കാരനോ അസാധാരണക്കാരനോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെയുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച കാരണത്താൽ എനിക്കും നിങ്ങൾക്കും തിരഞ്ഞെടുക്കുന്ന ഈ 2-ൽ 1 ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ആഴത്തിലോട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനെ ഓർപ്പിച്ചിരുന്നു. അബ്രഹാമിനെ ദൈവം ഉറക്കിക്കിടത്തിയ ശേഷം ടർഡേമ ആത്മവിവശതയിലാക്കി അബ്രഹാമിനെ ഉറക്കിയിട്ട ശേഷം സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പ്രവചനം തുടങ്ങി. എന്തുവാ ദൈവം പ്രവചിച്ചത്? ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൽ തന്നെ വിളിക്കുമ്പോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ദൈവം ആവർത്തിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ പ്രത്യേകത ഒരിക്കൽ പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഒരിക്കൽ പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം ആവർത്തിക്കുന്നത്? പറഞ്ഞ വാഗ്ദത്തം നിവർത്തിയാകാതെ വണ്ണം എൻ്റെ വിശ്വാസം തടയുവാനും സ്ഥിതിഗതികളെ വഷളാക്കുവാനും സാഹചര്യങ്ങളെ തകിടം മറിക്കുവാനും ദൈവത്തിനെതിരെയുള്ള ഒരു ശത്രു എഴുന്നേറ്റ് നിൽക്കുന്നതിനാൽ അല്ല, വാക്കു പറഞ്ഞവൻ ശക്തനെന്ന് ഓർപ്പിക്കേണ്ടതിന് വാക്കു മാറാത്തവൻ പിന്നെയും പിന്നെയും പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. തൻ്റെ പ്രവചനങ്ങൾ ദൈവം ആവർത്തിച്ചു. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രവചനം ആവർത്തിക്കേണ്ടി വന്നത്? തനിക്കെതിരെ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തി
അബ്രഹാമിന്റെ ഹൃദയത്തെ താറുമാറാക്കുമെന്നും സാഹചര്യങ്ങളെ തകിടം മറിക്കുവാൻ ശ്രമിക്കുമെന്നും ദൈവം അറിഞ്ഞതുകൊണ്ട് വീണ്ടും താൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായി അദ്ദേഹത്തെ ഉറപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവം പ്രവചനം ആരംഭിച്ചു. അബ്രഹാമിന് ഞാൻ സന്തതിയെ നൽകുവാൻ പോകുകയാണ്. കടൽ തീരത്തെ മണൽ പോലെ, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ സാധാരണ ജീവിതം നയിക്കുന്നവരും അസാമാന്യരായി വളരുന്നവരുമായ രണ്ട് കൂട്ടരെ ഞാൻ അബ്രഹാമിൽ നിന്ന് കൊണ്ടുവരുവാൻ പോകുകയാണ്. വലിയ സമൂഹമാക്കുവാൻ പോകുകയാണ്. ഈ വലിയ സമൂഹമാക്കിയാൽ അവർക്ക് പാർക്കുവാനുള്ള സ്ഥലം ഞാൻ അവർക്ക് കൊടുക്കുവാൻ പോകുകയാണ്. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള വിശാലമായ സ്ഥലം ഞാൻ അബ്രഹാമിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. അബ്രഹാമിനെ ഞാൻ വളർത്താൻ പോകുകയാ, അബ്രഹാമിനെ ഞാൻ ഉയർത്താൻ പോകുകയാ. ഇത് ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി മാറി. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു ജാതിയെ ആവശ്യമെങ്കിൽ ആദാം എന്ന ഏകനിൽ നിന്ന് ഭൂഗോളത്തിലുള്ള മുഴുവനത്തെയും ഉളവാക്കിയവൻ ഒരു ജാതിയെ അടർത്തിയെടുക്കുകയല്ല, പകരം വിശ്വാസത്തിൽ പ്രാപിച്ച ഒരുവനെ, വെളിപ്പാട് പ്രാപിച്ച ഒരുവനെ അതിന് പിതാവാകുവാൻ വേർതിരിച്ചുകൊണ്ട് തന്നിൽ നിന്ന് ഒരു സന്തതിയെ ഉളവാക്കുകയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിനൊരു ജനതതി വേണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പിതാവ് വേണം. ദൈവം നിങ്ങളിൽ ഒരാളിനെ പിതാവായി കണ്ടെങ്കിൽ, സഹോദരിമാരിൽ ഒരാളിനെ സാറയെപ്പോലെ ആത്മീക ഭാഷയിൽ ഒരു മാതാവായി കണ്ടെങ്കിൽ, അതിന്റെ പുറകിൽ ദൈവത്തിനൊരു കാഴ്ചയുണ്ട്, ഒരു ജനത എഴുന്നേറ്റ് വരുവാനുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ മേലുള്ള വിളി സാമാന്യത്തെക്കാൾ ഉപരിയാണെന്ന് മനസ്സിലാക്കുന്നവരെ, നിങ്ങളുടെ ഉള്ളിലൂടെ ദൈവം കാണുന്നത് ഒരു ജനതതിയാ, ഒരു ജനതതി, ഒരു ജനതതി. അതിനെയാണ് ദൈവം കാണുന്നത്. നമ്മെ അങ്ങനെ കണ്ടേ മതിയാകൂ. ഞാൻ ഈ സഭയിൽ എടുക്കുന്ന ഏത് സന്ദേശവും, അല്ലെങ്കിൽ പൊതുവിൽ ലീഡേഴ്സിന് വേണ്ടി എടുക്കുന്ന സന്ദേശങ്ങളും ഈ ലോക്കൽ സഭയോട് എടുക്കുന്ന സന്ദേശവും ഞാൻ ഒരിക്കലും ഒരു സാധാരണ വിശ്വാസിയെ ഉളവാക്കി എടുക്കേണ്ടതിനുള്ള സന്ദേശങ്ങളല്ല, പകരം ഒരു ലീഡറെ ഉളവാക്കി എടുക്കേണ്ടതിനാണ്. ഭാരതത്തിൽ രക്ഷിക്കപ്പെടുവാനുള്ള കോടാനുകോടികൾക്ക് ലീഡർഷിപ്പ് കൊടുക്കുവാൻ ബഥേലിൽ ആരാധിക്കുന്ന 10,000 പേരെ തികയുകയില്ല എന്ന് എനിക്കറിയാം. അതിലുപരി ആളുകളെ ദൈവത്തിന് ലീഡർഷിപ്പിലേക്ക് ആവശ്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു അവസരമുള്ളത് കളയാതെ ഇന്ന് ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുമെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു ലീഡർഷിപ്പിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെങ്കിൽ എന്ന പ്രത്യാശയോടെയാണ് ഞാൻ ഇത്തരം സന്ദേശങ്ങൾ എൻ്റെ സഭയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നെവർ ട്രൈ ടു ബി ഓർഡിനറി. അതിനപ്പുറത്തേക്ക് മാറാം. ആകാശമണ്ഡലങ്ങളിലെ പ്രഭ പോലെ ശോഭിക്കുവാൻ അബ്രഹാമിന്റെ മക്കൾക്ക് അവകാശമുണ്ട്. കടൽ തീരത്തെ മണൽ പോലെ കുറയുവാനും അല്ലെങ്കിൽ തുടരുവാനും നമുക്ക് കഴിയും. നമുക്ക് വലുതൊന്ന് തിരഞ്ഞെടുക്കാം. താവട്ടിറങ്ങാൻ പോകുകയാണ്. അബ്രഹാമിൽ ഉറക്കത്തിൽ ദൈവം തന്നോട് സംസാരം ആരംഭിച്ചു. തന്നെ ഒരു പിതാവാക്കുവാൻ തീരുമാനിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച റഫറൻസുകളുടെ ബൗണ്ടറികൾ കടന്ന്, സാമാന്യ വിശ്വാസത്തിന് ലഭിക്കുന്ന പരിമിതികൾ കടന്ന്, അതിനപ്പുറത്ത് വിശ്വസിക്കുന്ന ഒരുവനെ മാത്രമേ പിതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ, പ്രൊഡക്ടിവിറ്റിയിലേക്ക് മാറ്റുവാൻ ദൈവത്തിന് കഴിയൂ എന്ന് മറക്കരുത്. നമുക്കിന്ന് അസാമാന്യമായി ഇത് പ്രതീക്ഷിക്കാം, സാമാന്യത്തിലുപരിയായി ഇതിനെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്തു തരും. മുന്നിൽ പതിവില്ലാത്തത് വിശ്വസിച്ച അബ്രഹാം ഒരു ജാതിക്ക് പിതാവായി മാറിയപ്പോൾ തൻ്റെ മകനായ ഇസഹാക്കിന് അത്രയും വിശ്വസിക്കാൻ കഴിഞ്ഞ ഒരു രംഗവും ബൈബിളിലില്ല. ദൈവം ചാൻസ് കൊടുക്കാഞ്ഞതുകൊണ്ടാണോ, അതോ തനിക്കത്രയും വിശ്വസിക്കുവാൻ ആഗ്രഹമില്ലാഞ്ഞതുകൊണ്ടാണോ? രണ്ടായാലും അസാമാന്യമായ വിശ്വാസമൊന്നും ഇസഹാക്കിൽ കണ്ടില്ല. എങ്കിലും ദൈവം അബ്രഹാമിനോട് വാക്കു പറഞ്ഞ ആ സീഡ്, ആ തലമുറയെ, സന്തതിയെ നശിക്കാതെ സൂക്ഷിക്കുവാൻ ഇസഹാക്കിന് കഴിഞ്ഞു. ആ തലമുറ തന്നിലൂടെയാണ് മാറ്റപ്പെട്ടത്, നശിക്കാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു പക്ഷേ ലീഡർഷിപ്പിലേക്ക് വളരുവാൻ കഴിയാത്തവർ ഇത്ര ഓർത്താ കൊള്ളാം. പുതിയതൊന്നിന് ജനനം കൊടുക്കുവാൻ, വളർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം പണ്ടെങ്ങാണ്ട് തന്നതിനെ നശിപ്പിക്കാതെ അതിനെ കാത്തു സൂക്ഷിച്ച് കൈമാറുവാനെങ്കിലും എനിക്ക് കഴിഞ്ഞേ മതിയാകൂ. ദാറ്റ് ഈസ് വെരി ഓർഡിനറി. ഞാൻ മുഖേന ഒന്നും നശിക്കരുത്, ഞാൻ മുഖേന തിരുനാമം അപമാനപ്പെടരുത്, ഞാൻ മുഖേന ഒരു തകരാറ് വരരുത്, ഞാൻ മുഖേന എൻ്റെ സഭയിലൊരു ഭിന്നതയാകരുത്, ഞാൻ മുഖേന ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ കുറഞ്ഞ പക്ഷം അടുത്ത തലമുറയെ പിതാവിൽ നിന്ന് വാങ്ങിയതിനെ മകനിലേക്ക് കൈമാറുന്നത് വരെ ആ ദൈവിക തലമുറയെ കൈമാറുന്ന ഒന്നിൽ ഞാൻ നിൽക്കട്ടെ. ഞാൻ ഇസ്ഹാക്കിനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടുകയല്ല. പക്ഷേ ആശയ്ക്ക് വിരോധമായി, ആശയോടെ വിശ്വസിച്ച് അസംഭവ്യവും അമാനുഷികവുമായ എന്തെങ്കിലും ഒന്ന് താൻ ചെയ്തതായി തിരുവചനത്തിന്റെ പേജുകളിൽ ഞാൻ കാണുന്നില്ല. അക്കാര്യം ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രം. ഒരു തലമുറയെ കൈമാറുവാൻ തനിക്ക് കഴിഞ്ഞു. മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും ദൈവം തന്നു നഷ്ടമാക്കാതെ സൂക്ഷിച്ചവനാണ് അദ്ദേഹം എന്ന് പറയട്ടെ. അതൊരു കർത്താവിൻ്റെ വേലക്കാരന് കൊള്ളുന്ന കാര്യമല്ല. കർത്താവിൻ്റെ വേലക്കാരൻ അതിനേക്കാൾ അധികമാക്കിയേ മതിയാകൂ. ഞാൻ അതും കൂടെ ഓർപ്പിക്കാം.
ദൈവം എൻ്റെ കയ്യിൽ ഒരു സഭ തന്നു, 22 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ കുറയാതെ അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ഉത്തരവാദിത്വം പുലർത്തുക, ദൈവത്തോട് ഉത്തരവാദിത്വം പുലർത്തുക എന്നല്ല. അങ്ങനെ ഒരു മനുഷ്യനെ ബൈബിളിൽ കാണാം. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് കുറെ വെള്ളി പകുത്തു കൊടുത്തു. ഒരുത്തിന് 10 താലന്ത്, പിന്നെ ഒരുത്തിന് 5 താലന്ത്, പിന്നെ 2, വേറൊരുവന് 1 എന്നിങ്ങനെ പലർക്കും പകുത്തു കൊടുത്തു. യജമാനൻ മടങ്ങി വന്നപ്പോൾ ആളുകളുമായി കണക്ക് തീർക്കാൻ ഇരുന്നപ്പോൾ ഒടുവിലത്തെ പുള്ളിക്കാരൻ വന്നേച്ച് പറഞ്ഞു, അങ്ങ് തന്ന 1 താലന്തിന് കേടില്ലാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, തേണ്ട പിടിച്ചോ, അത് റൂമാലിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അവനോട് കർത്താവ് പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, 2 തകരാറുകൾ നിനക്കുണ്ട്. 1, നീ ദുഷ്ടനാണ്. 2, നീ പ്രവർത്തിക്കാത്ത മടിയനാ. നിന്നെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുകയാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, കർത്താവിന്റെ സേവകന്മാർ പ്രൊഡക്റ്റീവ് ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 2ാം പടിയിലേക്ക് ഇറങ്ങി വന്നാണ് പറഞ്ഞത്. ഇസഹാക്കിന്റെ കാര്യം കയ്യിൽ കിട്ടിയത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് വരെ ആ കഷ്ടകാലത്ത് സൂക്ഷിച്ചു വെക്കുവാനെങ്കിലും തനിക്ക് കഴിഞ്ഞതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നം സൃഷ്ടിക്കാത്തവർക്കായി സ്തോത്രം. 10 താലന്ത് കിട്ടിയവൻ 10 നേടി, 5 താലന്ത് കിട്ടിയവൻ 5 നേടി. നേടുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇസഹാക്കിൽ നിന്നും യാക്കോബിലേക്ക് തലമുറ മാറ്റപ്പെട്ടു. യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അമ്മയുടെ ഉദരം മുതൽ മൽപ്പിടുത്തം അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം, മല്ല് പിടിച്ച് പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നീ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ചുവെന്ന് ദൈവത്തിന്റെ ദൂതനിൽ നിന്ന് സാക്ഷ്യം ലഭിക്കുവാൻ, മല്ല് പിടിച്ച് തോറ്റെന്നല്ല, മല്ല് പിടിച്ച് ജയിച്ചുവെന്ന് ദൈവത്തിന്റെ ദൂതനിൽ നിന്ന് സാക്ഷ്യം ലഭിക്കുവാൻ മല്ല് പിടിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. അവന്റെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ട്, അവന്റെ സ്വഭാവത്തിൽ ബലഹീനതകളുണ്ട്, അവന്റെ സ്വഭാവത്തിൽ കാപട്യമുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന വേറെ എന്തോ ഒന്ന് സ്വർഗം തന്നിൽ കണ്ടതിനാൽ ദൈവം തനിക്കൊരു ദർശനം നൽകി. അസാമാന്യമായ ഒരു ദർശനം, മറ്റാരും കണ്ടിട്ടില്ലാത്ത ഒരു ദർശനം. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്നതും സ്വർഗത്തോളം എത്തുന്നതുമായ ഒരു വലിയ കോവേണിയുടെ ദർശനം ദൈവം തന്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തു. ഞാൻ തികഞ്ഞവനായിട്ടല്ല, പകരം ദൈവം എനിക്ക് നല്ല ദർശനങ്ങൾ സൂക്ഷിക്കുന്നതിനാൽ തന്റെ തലമുറയെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ ദൈവം യാക്കോബിന് കൃപ കൊടുത്തു. ദർശനമുള്ളവർക്കായി സ്തോത്രം. പണ്ട് നടന്നു വന്നത് അതുപോലെ തുടരുവാൻ വേണ്ടി ഇസഹാക്ക് നിലനിന്നു. എന്നാൽ അതിനെ വളർത്തുവാൻ വേണ്ടി ദൈവം യാക്കോബിനെ ഉപയോഗിച്ചു. ഒരു ദൈവദാസൻ പറഞ്ഞു, ഒരു പദം എൻ്റെ ഹൃദയത്തിനകത്ത് തിളയ്ക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നമ്മുടെ ദൈവം പുതുമകളുടെ ദൈവമാണ്. ദൈവം ഒരിക്കലും പണ്ടത്തെ കാര്യം ആവർത്തിക്കാറില്ല. ദൈവത്തിന് ആവർത്തനം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. ദൈവം എന്നും പുതിയ കാര്യം ചെയ്യുന്നവനാ. ഈ ബാംഗ്ലൂർ പട്ടണം പണ്ട് തുടർന്നതുപോലെ തുടരാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ നിങ്ങളെയും തമ്പുരാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ പട്ടണത്തിൽ വ്യത്യാസം വരുത്തുവാനാണ് ദൈവം നമ്മെ ഇവിടം വരെ കൊണ്ടുവന്നത്, മറക്കരുത്. ഐ റിപ്പീറ്റ്, ഈ പട്ടണം പണ്ട് തുടർന്നതുപോലെ തുടർന്നു പോകേണ്ടതിനായിരുന്നെങ്കിൽ, പണ്ട് വന്നതുപോലെ തുടർന്നു പോകേണ്ടതിനായിരുന്നെങ്കിൽ, പഴയ പാരമ്പര്യങ്ങളുടെ കുരുക്കിൽ കുടുങ്ങി നിൽക്കാനായിരുന്നെങ്കിൽ, എന്തിന് ദൈവം നമ്മെ ഇതിനകത്ത് കൊണ്ടുവന്ന് നട്ടു? ദൈവം ഇവിടെ നടുവാൻ കാര്യം പഴയതിൽ നിന്ന് വിഭിന്നമായി ദൈവിക പുതുമകളിലേക്ക് ചില പടികളിൽ പട്ടണത്തെ കടത്തുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാ. ഇത് ദൈവത്തിന് നന്നായി അറിയാം, പിശാചിനും അറിയാം. പിശാചിന് ഇതിനറിയാവുന്നത് കൊണ്ട് ദൈവം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന വഴികൾക്ക് വിപരീതമായി പിശാച് ജനത്തെ കൊണ്ടുപോയിരിക്കും. തലമുറകളെ നശിപ്പിക്കുക, കാഴ്ചപ്പാടുകൾ ഇല്ലാതെയാക്കുക, ജഡമയത്വത്തിൽ ജനത്തെ ഉറക്കിക്കളയുക, സാമാന്യമായി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നിത്യാദി സാത്താൻ പലതും ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിൽ നിയമിക്കപ്പെട്ട തലമുറ എഴുന്നേറ്റ് പണിയുവാൻ തയ്യാറാകുമെങ്കിൽ തൃക്കരം നമ്മുടെ കൂടെ ഇരിക്കും. നാം ചിലത് ചെയ്തെടുക്കും. ഈ പട്ടണത്തിൽ വ്യത്യാസം വരുത്തുവാൻ തമ്പുരാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ എന്തിനെന്നെയും നിങ്ങളെയും ഈ തലമുറയിൽ ജനിച്ച് ജീവിപ്പിച്ച് ഈ പട്ടണത്തിൽ കൊണ്ടുവന്നു. ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഇന്ന് പകൽ ധൈര്യമായി വിളിച്ചു പറയാമോ, ഹേ പിശാചേ, നിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഈ പട്ടണം നശിക്കാതെ വണ്ണം ഇതിൽ നിന്ന് ചിലതിനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ, ദൈവിക തലമുറയെ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുവാൻ ദൈവം എന്നെ ഈ പട്ടണത്തിൽ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതിനാൽ പിശാചേ നിനക്ക് മാറാം. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഞങ്ങളിത് ദൈവത്തിന് വേണ്ടി ചെയ്തിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ മകനായ യോസഫിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു. ഇന്ന് അല്പം കൂടെ താവോട്ട് പോകാൻ പോവാ. ജോസഫ് തന്റെ ജനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാ. ജോസഫിന്റെ പ്രത്യേകത, ചെറുപ്പത്തിലേ ദൈവം തന്നെ ദർശനമേൽപ്പിച്ചു. യാക്കോബിന് ദർശനം ആരംഭിച്ചത് അപ്പന്റെ വീട് വിട്ട് ഇറങ്ങിയ പിന്നെ. അപ്പന്റെ വീട്ടിൽ ചേട്ടന്റെ കൂടെ താമസിക്കുന്ന കാലത്ത് എങ്ങും അധികം ദർശനം ഉണ്ടായിട്ടില്ല. കാര്യം ആ വീടിന്റെ സാഹചര്യം അങ്ങനെ ഒന്നാ. വലിയ കാഴ്ചപ്പാടില്ലാതെ ഉള്ളത് കളയാതെ സൂക്ഷിക്കുന്ന അപ്പനും
അവകാശം കിട്ടേണ്ടവന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന ഏശാവും, ഏത് കളിപ്പീരിനും തകരാറില്ല, നന്മ പ്രാപിച്ചാൽ മതി എന്ന് പറയുന്ന അമ്മയും, ഇതൊക്കെ തമാശ പിടിച്ച പുള്ളികളാ. 3 വ്യത്യസ്ത ക്യാരക്ടേഴ്സ്. വലിയ അസാമാന്യമായതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരുടെയും പോലെ എനിക്ക് നടന്നാൽ മതി, കിട്ടിയത് നശിപ്പിക്കാതെ തലമുറയെ പാസ് ചെയ്യുന്ന ഇസഹാക്കും, മെന്റാലിറ്റിയുള്ള ഇസഹാക്കും, ഏത് കുറ്റം കാണിച്ചാലും തകരാറില്ല, എന്ത് കളിപ്പീരിലും കുഴപ്പമില്ല, ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, കാര്യം നേടിയാൽ മതി എന്ന് പറയുന്ന അമ്മച്ചി. യഥാർത്ഥത്തിൽ അനുഗ്രഹം കിട്ടേണ്ടവന് കൊടുക്കത്തില്ലെന്ന് പറയുന്ന ഏശാവും ഒരുമിച്ച് പാർക്കുന്ന വീട്ടിൽ വെച്ച് യാക്കോബിനെ ദർശനമേൽപ്പിക്കുവാൻ തമ്പുരാന് കഴിയാതെ പോയതിനാൽ ദൈവം സാഹചര്യങ്ങൾ മാറ്റി യാക്കോബിനെ പുറത്തെടുത്തു. നിങ്ങളിൽ ചിലരെ ദൈവം കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്, നമ്മിൽ ചിലരെ തമ്പുരാൻ പരിതസ്ഥിതികളിൽ നിന്നും പറിച്ചു മാറ്റിയത് എന്തിനായിരിക്കും? ദർശനം പ്രാപിക്കുവാൻ അർഹതയില്ലാത്ത ഇടത്തു നിന്ന് മാറ്റി ദർശനം പ്രാപിക്കുവാൻ കൊള്ളാവുന്ന ഇടത്തുകൊണ്ട് കിടത്തുവാനല്ലേ? ദൈവത്തിനൊരു ദർശനം ഏൽപ്പിക്കുവാൻ സുഖകരമായ പട്ടുമെത്ത വേണ്ട, കല്ല് തലവണയായി വെച്ചുകൊണ്ട് വഴിയിറമ്പിൽ കിടക്കുന്ന ഇടത്ത് ദൈവത്തിന് ദർശനം ഏൽപ്പിക്കാം. പക്ഷെ ദൈവിക ദർശനത്തിന് കൊള്ളാത്ത സാഹിത്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് ദർശനം ഏൽപ്പിക്കാൻ കഴിയാതെ പോകും. ആകയാൽ യാക്കോബിനെ ദൈവം പുറത്തെടുത്തു. യോസേപ്പിനോ തന്റെ ബാക്ക്ഗ്രൗണ്ട് തകരാറില്ലാത്ത ബാക്ക്ഗ്രൗണ്ടാ. അവന്റെ ചെറുപ്പത്തിൽ തന്നെ ദൈവം അവനെ ദർശനമേൽപ്പിച്ചു. അദ്ദേഹം കണ്ട ദർശനം തന്റെ അപ്പനും അമ്മയും 11 സഹോദരങ്ങളും 13 പേർ തന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്ന കാഴ്ചയാ. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോകുന്നില്ല, നമുക്കതറിയാവുന്നതാ. ഒരു പ്രാവശ്യം കൂടെ യോസഫ് കണ്ട ദർശനം, അപ്പനും അമ്മയും 11 സഹോദരന്മാരും അങ്ങനെ 13 പേർ തന്റെ വട്ടത്തിൽ വീണ് തന്നെ നമസ്കരിക്കുന്ന കാഴ്ചയാണ് ദൈവം തനിക്ക് കാണിച്ചു കൊടുത്ത കാഴ്ച. ഇത് ഏറ്റെടുത്തവൻ അടുത്ത ദിവസം പൊട്ടക്കിണറ്റിലേക്ക് അധപ്പതിച്ചു. ഞാൻ ഒരു പ്രാവശ്യം പൊതുസ്ഥലത്ത് ഇവിടെ തൊട്ടതാണ്. അദ്ദേഹം പൊട്ടക്കിണറ്റിൽ അധപ്പതിച്ചു. പൊട്ടക്കിണർ വരെ ഇറങ്ങിപ്പോകുവാനുള്ള കാരണം തന്റെ ജീവിതത്തിന്റെ തകരാറല്ല, പകരം തന്നിൽ ദൈവം പകർന്ന ദർശനത്തോടുള്ള ശത്രുവിന്റെ വൈരാഗ്യമാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം ഇങ്ങേർക്ക് എതിരായിരുന്നു. അല്ല, അതിന് കാരണമുണ്ട്. ഒന്ന്, അപ്പൻ വീട്ടിൽ ഓപ്പൺ പാർഷ്യാലിറ്റി ആയിരുന്നു. ഒരു ഡൗട്ടുമില്ല. ഇതിനകത്തിരിക്കുന്ന പെങ്കൊച്ചുങ്ങളിൽ ഒന്നിനെ, ഇതിനകത്തിരിക്കുന്ന ആമ്പിള്ളേരിൽ ഒന്നിനെ അവരുടെ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തിയാൽ അവരുടെ ദണ്ണം വലുതായിരിക്കും, അല്ലേ? ഒറ്റപ്പെടുത്തിയാൽ അവരുടെ ദണ്ണം വലുതാ. നമ്മുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ പൊക്കിയെടുത്ത് ബാക്കിയുള്ളവരെ അപമാനിച്ചാൽ സംഘടിതമായി അവർ ആക്രമിച്ചു കളയും. അങ്ങനെയാണ് വീട്ടിൽ അങ്കി തയ്പ്പിച്ചാലും ഈ ചെറുക്കന് പ്രത്യേകത, ആഹാരം വിളമ്പിയാലും ഇവന് പ്രത്യേകത, എന്നാ നോക്കിയാലും ഇവന് പ്രത്യേകത. ഉമ്മ വെക്കാൻ നേരം അപ്പൻ ഇവനെ എടുത്ത് ഉമ്മ വെക്കത്തുള്ളൂ. താലോലിക്കുമ്പോൾ ഇവനെയാണ് താലോലിക്കുന്നത്. 11 പേർക്കും ഇവനോട് വൈരാഗ്യമായി. പക്ഷേ ദൈവം നിങ്ങളെ മാനിക്കുന്നെങ്കിൽ 11ന്റെ വൈരാഗ്യം പൊട്ടക്കൊഴിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിലും നശിപ്പിക്കാൻ കഴിയുകയില്ല. ഉയർത്തുവാനുള്ള ദൈവത്തിന്റെ വഴികളായി അത് മാറിയിരിക്കും. ഇന്നെനിക്ക് എടുക്കാനുള്ള പ്രധാന ആശയങ്ങളിൽ ഒന്നതാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ വിവിധ കാര്യങ്ങളുടെ മുമ്പിൽ, വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ കൂട്ടുകാർ വെറുക്കുന്ന, നാട്ടുകാർ വെറുക്കുന്ന, സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയവർ ഇവിടെയുണ്ടോ? സഹോദരന്മാരെ ഞാൻ ന്യായീകരിക്കാൻ പോകുകയാ. അപ്പന്റെ ഓപ്പൺ പാർഷ്യാലിറ്റി കൊണ്ടാണ് സഹോദരന്മാർ ഇവനെ തള്ളിയത്. ഇതിനകത്തിരിക്കുന്ന ചിലതിന് ദൈവിക ഫേവർ ഉണ്ട്, ദൈവത്തിന് ചില പാർഷ്യാലിറ്റി ഉണ്ട്. ചിലതിനെ ദൈവം ഉയർത്തുകയാ. ചിലതിന് മാർക്കിന്റെ അടിസ്ഥാനം, ചിലതിന്റെ പ്രമോഷൻ, ചിലതിന്റെ ജോലി. ഹല്ലേലൂയ! ദൈവിക ഫേവർ അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കളുടെ ഉയർച്ച അവരുടെ ശത്രുത്വമായിരിക്കാം, അവൻ അസൂയാകാം. അതിന്റെ പിമ്പിലെ മന്ത്രവാദങ്ങൾ, അതിന്റെ പിമ്പിലെ ആഭിചാരങ്ങൾ, അതിന്റെ പിമ്പിലെ എതിർപ്പുകൾ, അതിന്റെ പിമ്പിലെ കുശുകുശുപ്പുകൾ, അതിന്റെ പുറകിലെ നുണപറച്ചിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടട്ടെ. അപ്പന്റെ ഓപ്പൺ പാർഷ്യാലിറ്റി കൊണ്ട് ആ സഹോദരന്മാർ എതിർത്തത്, അതിന്റെ മണ്ടയ്ക്കാണ് ഇവന്റെ ദർശനവും. പണ്ടേ ജനത്തിന് വൈരാഗ്യമായിട്ട് ഇരിക്കുമ്പോഴേ ഈ പുള്ളി പോയി സ്നാനപ്പെട്ടി പിടിപ്പിച്ച പറ. പണ്ടേ കൂട്ടു സഹോദരന്മാർക്കും അസൂയ പൂണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ സഭ വളർന്നത് പറ. ഒതുക്കാൻ അവർ ശ്രമിച്ചെങ്കിലും തമ്പുരാൻ കൊലക്ക് കൊടുക്കാതെ പൊട്ടക്കിണറ്റിലിട്ടിട്ടു. ഒരു പ്രാവശ്യം ഇവിടെ തൊട്ടതാ. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അന്ന് പറഞ്ഞ കാര്യമൊന്ന് ആവർത്തിക്കാൻ പോവുക. എന്നെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചവർ ആവർത്തന പ്രയാസമുള്ളത് ക്ഷമിക്കണം. യോസഫ് പൊട്ടക്കുഴിയുടെ അകത്ത് പോയി വീണു.
ഞാനെങ്ങാണോ ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന് അയ്യോ പൊത്തോ പറഞ്ഞ് തലയിടിച്ച് ചത്തേനെ. PG വർഗീസ് ഇവിടെ വന്നപ്പോൾ മരുഭൂമിയിലെ പൊട്ടക്കുഴിയുടെ ആഴത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. ഡോക്ടർ PG വർഗീസിന്റെ വാചകം അത്. അദ്ദേഹം പറഞ്ഞു, ഒരു കിണർ കുഴിച്ച് അതിനകത്ത് വെള്ളമില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇതിനെ പൊട്ടക്കിണറായിട്ട് തള്ളുന്നത്. അതുവരെ തള്ളത്തില്ല. മിഡിൽ ഈസ്റ്റിൽ സാധാരണ ആഴത്തിൽ വെള്ളം കിട്ടത്തില്ല. ഒരു 100-150 അടിയൊക്കെ താഴെ ചെല്ലുമ്പോഴാണ് വെള്ളം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ ഒരു 150 അടി കൂടുതൽ താഴ്ചയുണ്ട്. ഇവിടുത്തെ പോലെ ഒന്നും ഒരു കൊച്ചു കുഴിയൊന്നുമല്ല. മിഡിൽ ഈസ്റ്റിലൊരു പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ ഒരു 150 അടി താഴെ ചെന്നെങ്കിലേ വെള്ളമില്ലെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അത്രയും ആഴമുള്ള കിണറാ ഇതിനകത്ത് ഇദ്ദേഹത്തെ എടുത്തിട്ടിരിക്കുന്നത്. ഇന്ന് ദർശനം ലഭിച്ച അനേകർ പൊട്ടക്കുഴികളിൽ കണ്ടെന്ന് വരാം. കരകയറുവാൻ സാധ്യതയില്ലാത്ത, ആശയ്ക്ക് വകയില്ലാത്ത ഇടങ്ങളിൽ ചിലർ വീണെന്ന് വരാം. സ്വപ്നം കണ്ടതാ, ദർശനം കണ്ടതാ, നന്മ പ്രാപിച്ചതാ, അപ്പൻ അനുകൂലമാ, പുത്തൻ കുപ്പായവും കിട്ടിയതാ, സംഗതി ഒക്കെ ശരിയാ. പക്ഷെ തേണ്ടി ഇന്ന് കിടക്കുന്നു, പൊട്ടക്കുഴിക്കകത്ത് അകപ്പെട്ടു പോയി. ഞാനായിരുന്നെങ്കിൽ ഈ പൊട്ടക്കുഴിയുടെ അടിയിൽ ചെന്ന് അവിടെ കിടന്ന് മേളോട്ട് നോക്കി ആഴവും ഗൗരവവും കാണുമ്പോൾ ഇനി ഈ ചരിത്രത്തിൽ തിരിച്ചു കയറ്റമില്ലെന്ന് ഉറപ്പ് വരുമ്പോൾ ചുമ്മാ അങ്ങ് കരയും. എന്നാലും എൻ്റെ മൂത്ത സഹോദരൻ പണ്ടവൻ എന്നെ എടുത്തുകൊണ്ട് നടന്ന് ഉമ്മ തന്നല്ലേ കൊച്ചിലെ, അവൻ എന്നെ ഇതിനകത്ത് കൊണ്ട് തള്ളിയല്ലോ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അമ്മമാരാണെങ്കിൽ നെഞ്ചത്ത് 2 ഇടി ഇടിക്കും. ഞാനാണെങ്കിൽ അതിൻ്റെ ഇറമ്പിലെ കല്ല് നോക്കി പടക്കെന്ന് തലയൊരു ഇടി ഇടിക്കും. ചാകാൻ പോവാ. ഇനി ഞാൻ ജീവിച്ചിട്ട് അർത്ഥമില്ല, കാര്യം ഞാൻ രക്ഷപ്പെടുകയില്ല. അപ്പോഴാണ് രണ്ടാമത്തെ ചേട്ടൻ്റെ കാര്യം ഓർക്കുന്നത്. അവനും പെണ്ണെന്നോട് ഇഷ്ടമായിരുന്നു, അവൻ എന്നോട് കാണിച്ചിട്ടില്ല, പിടി മുമ്പോട്ടൊരു ഇടി ഇടിച്ചു, തല ഇടിച്ച് ഞാൻ ചാത്താനെ. പക്ഷെ ജോസഫ് പൊട്ടക്കുഴിയുടെ അകത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് സാഹചര്യങ്ങളെക്കാൾ ഉപരിയായി അകത്തെ ദർശനം തെളിഞ്ഞു വന്നു. അകത്തെ ദർശനം കണ്ണങ്ങോട്ട് അടച്ചു കാണും. അപ്പൻ, അമ്മ, 11 സഹോദരന്മാർ, നിൽക്കുന്നത് 13 പേര്. ഇവർ 13 പേര് എന്നെ നമസ്കരിക്കണം. കണ്ണ് തുറന്ന് അദ്ദേഹം നോക്കി വെച്ച് പറഞ്ഞു കാണും, പക്ഷെ ഈ കുഴിക്കകത്ത് അതിനുള്ള സ്ഥലമില്ല. അപ്പൊ എൻ്റെ ഈ എൻവയറമെന്റൽ ചേഞ്ച്, ദൈവം എന്നെ ഈ പുതിയ സാഹചര്യത്തിൽ കൊണ്ടുവന്നത് ആ വെളിപ്പാട് നിർത്താനാണോ ആ വെളിപ്പാട് നടത്താനാണോ? എങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു തെറ്റായ സാഹചര്യത്തിലാണ്. ഇവിടെ 13 പേർക്ക് എൻ്റെ വട്ടത്തിൽ കുമ്പിടാൻ സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്ത നിവൃത്തി ഇവിടുന്നല്ല, വേറെ എവിടെയോ. ഞാൻ ഇതിനകത്തൊന്ന് കയറിയേ മതിയാകൂ. വാഗ്ദത്തം മരിക്കുകയില്ല, വാഗ്ദത്തം ചാകുകയില്ല. അബ്രഹാം മരിച്ചതുകൊണ്ട് വാഗ്ദത്തം മരിക്കയില്ല. ഇസഹാക്ക് മരിച്ചതുകൊണ്ട് തലമുറ തീരുകയില്ല. യാക്കോബ് പോയതുകൊണ്ട് ജനം തീരുകയില്ല. വാഗ്ദത്തം തുടരുകയാ. സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് വാഗ്ദത്തം മാറുകയില്ല. കാര്യം വാക്ക് പറഞ്ഞവൻ മാറിയിട്ടില്ല, വാക്ക് പറഞ്ഞവൻ മരിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം വിവിധ സാഹചര്യങ്ങൾ, നിറവേറാത്ത ദൈവിക ആലോചനകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നവരെ എന്നോട് ചേർന്ന് പറഞ്ഞു, വാക്ക് പറഞ്ഞവൻ മരിക്കാഞ്ഞതിനാൽ വാഗ്ദത്തം മരിച്ചിട്ടില്ല. എങ്കിൽ ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറിയേ മതിയാകൂ. 14 പേർ ഒരുമിച്ചിറങ്ങുവാൻ ഈ പൊട്ടക്കിണത്തിൽ സ്ഥലമില്ലാത്തതിനാൽ ഞാൻ ഇവിടുന്ന് കയറിയേ മതിയാകൂ. എങ്ങനെ കയറും? ആരേലും കയറിറക്കും. കയറിറങ്ങി വരുമ്പോൾ വലിഞ്ഞു കയറാൻ എനിക്ക് ആരോഗ്യം വേണം. അവിടെ തൽക്കാലം തലയിടിക്കാതെ കരയാതെ ഒന്ന് കിടന്ന് ഉറങ്ങാം. നേരെ ആകുമ്പോൾ കയറി വരും. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ 180 അടി ആഴമുള്ള കുഴി കാണുമ്പോൾ, അതിന്റെ അടിയിൽ ഇറങ്ങിക്കിടക്കുമ്പോൾ കയറുവാൻ സാധ്യതയില്ലെന്ന് തോന്നുമ്പോൾ ഇന്ന് പകൽ പറയുവാൻ കഴിയുമോ? ആശയ്ക്ക് വിരോധമായി, പ്രത്യാശയില്ലാത്ത ഇടത്ത്, ഒരു റെഫറൻസ് ഇല്ലാത്ത ഇടത്ത് ഞാൻ ജീവിക്കാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പേ പൊട്ടക്കുഴിയിൽ പോയ ആരും കയറിയ ചരിത്രമില്ല. 180 അടി ആഴത്തിൽ വീണിട്ട് കയറിയ ചരിത്രമില്ല. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഞാൻ വിശ്വസിക്കുക. ഇന്ന് പകൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വിശ്വസിക്കുവാൻ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ കഴിയുന്നവർക്കായി സ്തോത്രം. അവരിൽ വെളിപ്പാടുള്ളവർക്കായി പ്രത്യേക സ്തോത്രം. നേരത്തിന് കയറി വന്നു, അദ്ദേഹം കയറി. താന് മിസ്രയീമിലായിരുന്ന സമയത്തെ ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ദയവായി നോക്കാം. 39:3. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ഇവനെ കൊണ്ടുവന്ന്, ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് പൊത്തിപ്പേറിന്റെ വീട്ടിലേക്ക് വിറ്റു. അടിമച്ചന്തയിൽ പിടിച്ചു കെട്ടപ്പെട്ടവനായി നഗ്നനായി അദ്ദേഹം നിന്നു. ഞാൻ ഇതിന് പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. അടിമക്കച്ചവടത്തിന്റെ ഭാഗം. ഒരടിമയെ പിടിച്ചാൽ, അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു കളയും.
ഒന്ന്, അവൻ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് ഓടിപ്പോതിരിക്കാൻ വേണ്ടിയാണ്. രണ്ട്, അവൻ്റെ ശരീരത്ത് ഒരു ത്വക്ക് രോഗം പോലും ഇല്ലെന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ വാങ്ങാനുള്ള യജമാനൻ വാങ്ങത്തുള്ളൂ. ഇവൻ്റെ ശരീരത്ത് എന്തെങ്കിലും രോഗമുണ്ടോ, ആഴമായ മുറിപാടുണ്ടോ, പഴുപ്പുണ്ടോ, കൈ ഒടിഞ്ഞിട്ടുണ്ടോ, കാലൊടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമായി കാണാൻ ഒരു മൃഗത്തെ വാങ്ങിക്കുന്നത് പോലെ വാങ്ങുന്നത്. മൃഗത്തെ നിർത്തുന്ന പോലെ ഇവനെ നിർത്തും. മിസ്രയീമിലെ അടിമച്ചന്തയിൽ മൃഗത്തെ പോലെ കെട്ടപ്പെട്ട മനസ്സാക്ഷി ഇടിഞ്ഞവൻ. എൻ്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ എന്തെങ്കിലും നടന്നു പോയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് എനിക്ക് മൂഡ് കാണുകയില്ല. ഓഫ് മൂഡ്. യോസേപ്പ് ഓഫ് മൂഡ് ആകാനായിരുന്നെങ്കിൽ ഒരായുസ്സിലേക്കുള്ള ഡിപ്രഷൻ വരാനുള്ള വഴിയായി. അപ്പൻ്റെ വീട്ടിലെ പുത്തൻ അങ്കിയും അണിഞ്ഞ് അപ്പൻ കൊടുത്ത പ്രത്യേക വസ്ത്രങ്ങളും ധരിച്ച് ഓമനക്കുട്ടനായി ജീവിച്ചവൻ തന്റെ മിസ്രയീമിന്റെ തെരുവിൽ നഗ്നനായി കുറ്റിയടിച്ച് കന്നുകാലിയെ പോലെ കെട്ടപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്നു. അവിടുന്ന് അഴിച്ചുകൊണ്ടുപോയത് പൊത്തിപ്പേറ. പൊത്തിപ്പേർ ഒരു കാര്യം കണ്ടു, സാഹചര്യങ്ങൾ മാറിയിട്ടും ഇവന്റെ ദൈവകൃപ പോയിട്ടില്ല. ഒരിക്കല് ഒരു സ്ത്രീ അവരുടെ ഒരു കുഞ്ഞ് രോഗിയായിരുന്ന സാഹചര്യത്തിൽ ദൈവം ഈ കുഞ്ഞിനെ വിടുവിക്കുവാൻ പ്രാർത്ഥിച്ചു. ദൈവം വിടുവിച്ചില്ല, കുഞ്ഞ് ചത്തു. കുഞ്ഞ് ചത്തതിനെ തുടർന്ന് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിടിച്ചോ എന്നും പറഞ്ഞ് കല്ലെറിഞ്ഞ പുള്ളിയെ വരെ കേട്ടിട്ടുണ്ട്. പലരും സാഹചര്യങ്ങൾ തെറ്റുന്നതോടെ നിരാശയിലേക്ക് വീഴുമ്പോൾ ജോസഫ് ദൈവകൃപ സൂക്ഷിച്ചു. ഇന്ന് പകൽ കാഴ്ചപ്പാടുള്ളവരെ കുറിച്ചാണ് ഞാൻ വർണ്ണിക്കുന്നത്. എന്തിനാ നാം കാഴ്ചപ്പാട് ഏറ്റെടുക്കാൻ? നമുക്കിന്ന് പറയാമോ, എൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ തെറ്റുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഒരു മഹാൻ വിഷം കുടിക്കുക, ചാകാനായി വിഷം കുടിച്ചു, അവനെ അടുത്ത് ആശുപത്രി കൊണ്ടിട്ടിരിക്കുക. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഈ ആയുസ്സിൽ ഇന്ന് വരെ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വിഷം കുടിച്ചതാ. പറ, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതിന് വിഷം കുടിച്ചു. നിനക്ക് ദൈവത്തെ വിശ്വസിച്ചൂടെ? എന്നെപ്പോലൊരു ഭക്തൻ വേറെ ഇല്ലെന്നാവും പറയും. ഈ ആയുസ്സിൽ ദൈവത്തിന് യോജിക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എടാ, നീ വിഷം കുടിച്ചതോ? അല്ലാതെ ഇപ്പോഴല്ലേ, ഇന്നല്ല നീ വിഷം കുടിച്ചത്. അത് ഇന്ന് അതിന്റെ ആക്ഷനിലായെങ്കിൽ വർഷങ്ങൾക്ക് മുന്നമേ ഇതിന്റെ വിത്ത് നിന്റെ ഉള്ളിൽ കിടന്നത് തമ്പുരാൻ അറിയാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ മറക്കരുത്, ഒരു ദിവസം പലതും മാനിഫെസ്റ്റ് ചെയ്യുമെങ്കിലും ഇതിന്റെ വിത്ത് നേരത്തെ തന്നെ ഉള്ളിലുണ്ട്. അതാണ് നേരത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇതുള്ളത് സ്വർഗത്തിലെ ദൈവം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പെട്ടെന്നൊരു പ്രതിസന്ധിയുടെ നടുവിൽ പെട്ടെന്നൊരു സാഹചര്യത്തിന്റെ മുമ്പിൽ പൊട്ടിയിളകുന്നതല്ല. യാതൊരു കർമ്മവും ഇതിന്റെ വിത്ത് നേരത്തെ തന്നെ ഇവനിലുണ്ട്. യോസഫ് അന്നും ദൈവകൃപ സൂക്ഷിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് വിൽക്കപ്പെട്ടു. ദർശനങ്ങളുടെ സാധ്യതകൾ കാണുന്നില്ല. പൊത്തിപ്പേറിന്റെ വീട്ടിലിരിക്കുമ്പോൾ പൊത്തിപ്പേർ അവനെ കുറിച്ച് പറയുന്ന വാചകമാണ്. ഒന്നുകൂടെ വായിക്കാമോ? 39:3. യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും. വേണ്ടേ, അവന്റെ യജമാനൻ നോക്കി വെച്ച് പറയുകയാണ്, യഹോവ അവനോടുകൂടെ ഉണ്ട്. ഇന്ന് പകൽ നമ്മളിൽ ചിലരെ കുറിച്ച് ഇത് പറയുമോ? തെളിവെന്താ? വായിച്ചോ. അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും. അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു. ഇന്ന് പകൽ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കും. പല ആശയങ്ങൾ അതിനകത്തുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്ന മടിയനെ ദൈവം ഇന്ന് വരെ സഹായിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ ഇവിടെ തൊട്ടു, മടിയൻ മുടിയന്റെ സഹോദരനാ. മടിയനെ സഹായിക്കുന്നവനല്ല ദൈവം, ഒന്നും ചെയ്യാതിരിക്കുന്നവനെ താങ്ങുന്നവനല്ല ദൈവം. അവൻ ചെയ്യുന്നത് യഹോവ അവന് സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സാധിപ്പിക്കുന്നത് യോസഫല്ല, യഹോവയാണ് സാധിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട പൊത്തിപ്പേറിന് മനസ്സിലായി, മനുഷ്യകരങ്ങളെ കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്നത് ഇവൻ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ നടക്കയാ. എന്താ കാര്യം? താങ്കൾ ചെന്ന് തൊടുന്നത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത്? യഹോവയാണ് ഇത് ചെയ്യുന്നത്. ഇവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു. ഒന്ന്, ഇവൻ അധ്വാനശീലിയായിരുന്നു, ചെയ്യുന്നവനായിരുന്നു. രണ്ട്, ദൈവത്തിന് വളർത്താൻ വയ്യാത്ത ഒന്നേലും ഇവൻ പോയി തൊടുകയില്ല. ദൈവത്തിന് വളർത്താൻ വയ്യാത്ത ഒന്നേലും ഇവൻ പോയി തൊടുകയില്ല. ഇവന്റെ കാലുകൾ ദൈവത്തിന്റെ പാതയിൽ മാത്രമായിരുന്നു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കാറുള്ളത്, എന്ന കർത്താവേ, എൻ്റെ കാലടികൾ വഴുതിയെന്ന് വരാതിരിപ്പാൻ, എൻ്റെ വഴി തെറ്റിയെന്ന് വരാതിരിപ്പാൻ അങ്ങയുടെ പാതയിൽ മാത്രം അടിയന്റെ കാലടികൾ വെക്കുവാൻ അടിയനങ്ങ് കൃപ തരണമേ. അവൻ തൊടുന്നതിലൊക്കെയും യഹോവ അവന്റെ കൂടെ ഇരുന്നു. കാര്യം ദൈവത്തിന് ചെയ്യാൻ വയ്യാത്തത് ഇദ്ദേഹം ചെയ്തിട്ടില്ല. എന്നെ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് വിളിക്കും. ഇവിടെ ഇരിപ്പുണ്ടോന്ന് എനിക്കറിയാൻ വയ്യ, ഉണ്ടെങ്കിൽ ക്ഷമിച്ചാട്ടെ, ഇന്ന് പോലെ നിർത്തിയാട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് വിളിച്ചേച്ച് പറയും, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്,
അവളെ കല്യാണം കഴിക്കാൻ പ്രാർത്ഥിച്ചോണ്ട് എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ലാത്ത പോലെ ഈ മണ്ടത്തരം പ്രാർത്ഥിക്കാൻ. ഇല്ല, ഞാൻ ചത്തുകളി. ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി എന്നെ വിളിക്കല്ലേ. പണ്ടൊരിക്കൽ ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, എൻ്റെ ഭാര്യ പറഞ്ഞാൽ കേൾക്കുകയില്ല. അത് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന. അച്ഛനൊന്ന് ഗുണദോഷിക്കണം, അവൾ ശരിയായില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഒരു ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞു. ഞാനങ്ങ് പേടിച്ചു. അയ്യോ അങ്ങനെ ആത്മഹത്യ, ചെറിയ പ്രായമാണ്. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, എടാ അതിനിപ്പോൾ ഒരു പ്രയാസമില്ലാത്ത സമയമാണ്. മഴ പെയ്ത് വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുക, അണ്ട ആറിൻ്റെ വെള്ളൊരു പാലമുണ്ട്, അത് കയറി താവോട്ട് ചാടിയാൽ മതി, അന്നേരം തീർന്നു. ഞാനങ്ങ് പേടിച്ചു. അയ്യോ എന്തൊരു കളിയാണ് എൻ്റെ അപ്പച്ചനീ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പച്ചൻ അവൻ ചാവുമെന്നും കണ്ട, എടാ അവന് വെള്ളം പേടിയാ, ചുമ്മാ മനുഷ്യനെ മേലെക്കെടുത്താണ് ഇറങ്ങിയത്. നത്തിങ് മോർ. പിന്നെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നീ ഇതുവരെ ഉണ്ടോ, ചത്തില്ലേ, പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല, അയാളങ്ങ് പോയിക്കോളും. ഇത് ചുമ്മാ പറയുന്ന ഒരർത്ഥമുള്ളതല്ല. ഒരർത്ഥവുമില്ലാത്ത ഒരുപാട് വാചകങ്ങൾ പിശാച് നമ്മെ കൊണ്ട് പറയിപ്പിക്കാതെ ശ്രദ്ധിച്ചു. ഒരർത്ഥമില്ലാത്ത കുറെ വാചകങ്ങൾ പിശാച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെ ശ്രദ്ധിച്ചു. ഇന്ന് പകൽ പറ, പിശാചേ എൻ്റെ നാവ് ദൈവത്തിനുള്ളതാകയാൽ ഞാൻ ആ മാർഗത്തിലേ പോകുകയുള്ളൂ. ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവം സാധിപ്പിച്ചു തരുന്ന വിശുദ്ധിയുടെ വഴിയായിരിക്കും. ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവം എനിക്ക് നടത്തിത്തരുന്ന ദൈവത്തിൻ്റെ വഴിയായിരിക്കും. എനിക്ക് പിശാചിൻ്റെ സഹായം വേണ്ട, എനിക്ക് ലോകത്തിൻ്റെ സഹായം വേണ്ട, എനിക്ക് മനുഷ്യന്റെ കരം വേണ്ട. ഞാൻ ചെയ്യുന്നത് യഹോവ എനിക്ക് സാധിപ്പിച്ചു തരും, അതേ ഞാൻ ചെയ്യത്തുള്ളൂ. യോസെഫിന്റെ കമ്മിറ്റ്മെന്റ്. താൻ പൊട്ടക്കുഴിയിൽ നിന്ന് കയറി പൊത്തിപ്പേറിന്റെ വീട്ടിലെത്തി. പൊത്തിപ്പേറിന്റെ വീട്ടിൽ നന്മകൾ ലഭിച്ച കൂട്ടത്തിൽ മുമ്പേ പറഞ്ഞ പുള്ളിക്ക് പറ്റിയ ഗതികേടും പറ്റി. നിറച്ച ആഹാരവും കഴിക്കാൻ നല്ല വസ്ത്രവും ഉള്ളപ്പോൾ ജഡ അഭിലാഷങ്ങൾ ഇളകിയിരിക്കും. അതിനെ നിയന്ത്രിക്കുവാൻ പൊത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും കൃപയുള്ളവന് അത് കഴിഞ്ഞു. ഞാൻ ഈ രാത്രിയിൽ, ഈ പകൽ ഇത് പരസ്യമായി തൊടാൻ ആഗ്രഹിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളോടുള്ള ദൈവിക സന്ദേശത്തിന്റെ ഭാഗമായി ദയവായി ശ്രദ്ധിച്ചാലും, പൊത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് തന്റെ ജഡാഭിലാഷത്തെ കീഴടക്കുവാനുള്ള ദൈവകൃപയില്ലെങ്കിൽ നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ വേലക്കാരനുണ്ടല്ലോ, അവൻ ദൈവകൃപയുള്ളവനാണ്. അവന് ജഡാഭിലാഷം അടക്കുവാൻ കഴിയും. ദൈവം അവന് കൊടുത്തതിൽ തിന്നുമതിച്ച് അഹങ്കരിക്കുവാനല്ല, തന്റെ ദൈവത്തെ മാനിക്കുവാൻ അവന് കഴിയും. പൊത്തിപ്പേറിന്റെ ഭാര്യയെ താങ്കൾക്കത് കഴിഞ്ഞില്ലെന്ന് വരാം. പാപം അവന് നേരെ പണം വിരിച്ചാടിയപ്പോൾ പറഞ്ഞൊരു ഒത്തുതീർപ്പിൽ വരികയായിരുന്നില്ല, പകരം ഓടി രക്ഷപ്പെടുകയായിരുന്നു താൻ ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ പറഞ്ഞു ഒത്തുതീർപ്പിൽ കൊണ്ടുവരുവാൻ വരുന്ന പലരും പറഞ്ഞു തൊലയുമ്പോൾ ജോസഫ് അവിടെ നിന്ന് ഓടുകയായിരുന്നു. ഓടേണ്ടിടത്ത് നിന്ന് ഓടുവാൻ, നിൽക്കേണ്ടിടത്ത് മാത്രം നിൽക്കുവാൻ കൃപ ലഭിച്ച യോസഫിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി. അവൻ നിൽക്കേണ്ടിടത്ത് നിന്നു, ഓടേണ്ടിടത്ത് നിന്ന് ഓടി. നിശ്ചയം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ എന്തെനിക്ക് ചോദ്യം കാണാം. അപ്പനും അമ്മയും 11 സഹോദരന്മാരും ഇതിനകത്ത് മുട്ടുകുത്തുമോ? എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ഉള്ളിൽ തിളയ്ക്കുകയാ. ഇന്ന് രാത്രിയിൽ സാഹചര്യമല്ല, വാക്ക് പറഞ്ഞവനാണ് വലുത്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ തുടങ്ങി. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾ മുന്നോട്ട് മാറി. മിസ്രയീമിന് മുഴുവനും താൻ അധിപനായി മാറി. അന്നും അവൻ ദൈവകൃപ വിട്ടില്ല. കാരാഗ്രഹത്തിൽ കയറിയാലും, കുണ്ടറയിൽ കുഴിയിലകപ്പെട്ടാലും, പൊത്തിപ്പേറിന്റെ വീട്ടിൽ ജീവിച്ചാലും, രാജകൊട്ടാരത്തിൽ വസിച്ചാലും ദൈവകൃപ കളയാത്തവർക്കായി സ്തോത്രം. അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിച്ചു. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതൽ ചെയ്യുന്നത് സാധിക്കണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് പകൽ ജീവിതത്തിന്റെ കന്മഷം അകറ്റിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ പറയട്ടെ, ഇതൊരു വചന ശുശ്രൂഷയായി പോകുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് പ്രസംഗങ്ങളെക്കാൾ വചന ശുശ്രൂഷയാണ് നല്ലത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഒരു രോഗിയെ നേഴ്സ് ശുശ്രൂഷിച്ചാൽ രോഗം മാറി ഒരു കംഫർട്ട്നെസ് ഉണ്ടാകുന്നത് കാണാം. ഒരു പ്രസംഗം ആരെയും കംഫർട്ടിലേക്ക് നടത്തുകയില്ല. വചന ശുശ്രൂഷ പലരെ കംഫർട്ടിലേക്ക് നടത്തും. ഇതൊരു വചന ശുശ്രൂഷയാണെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വിധേയരാകൂ.
ആ ശുശ്രൂഷയ്ക്ക് വിധേയരാകൂ. എങ്ങനെയാണ് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് വിധേയരാകുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ പറയാറുണ്ട്, ഒരു വചനം എന്നോട് ഇടപെടുന്നുവെന്ന് തോന്നിയാൽ അത് വാ കൊണ്ട് ഏറ്റുപറ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുകയാ. നാം വിശ്വസിക്കുന്നത് വിശ്വാസത്തോടെ ഏറ്റുപറയണം. വിശ്വസിക്കാത്ത കാര്യങ്ങൾ ജൽപ്പനം ചെയ്യാനല്ല, വിശ്വസിക്കുന്നത് വാ കൊണ്ട് ഏറ്റുപറയുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ആർക്കേലും തോന്നുന്നുണ്ടോ, യഹോവ എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും? എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ ബിസിനസിൻ്റെ കാര്യത്തിൽ ഭാരമുള്ള ചിലത് എൻ്റെ കയ്യിൽ കൊണ്ടുത്തരികയാണ്. എന്നെ വിലയ്ക്ക് വാങ്ങിയ യജമാനൻ പൊത്തിപ്പേറ് എൻ്റെ കയ്യിൽ മൃദുല ജോലി അല്ല, ഭാരമുള്ളതാണ് തരുന്നത്, കോംപ്ലിക്കേറ്റഡ് വരുന്നത്. പക്ഷേ യഹോവ എൻ്റെ കൂടെ ഉള്ളതിനാൽ ഇത് സാധിക്കും. അടുത്ത പ്രൊമോഷൻ എനിക്ക് കിട്ടുകയാ, നന്നായി ചെയ്യാൻ കഴിയുമോ? അധിക ശമ്പളമുള്ള ഒരു ജോലി എന്നെ ഏൽപ്പിക്കുകയാ, ചെയ്യുവാൻ എനിക്ക് കഴിയുമോ? ഭാരമുള്ള ഒന്ന് എന്റെ തലയിലോട്ട് വന്ന് കയറുകയാ, ചെയ്യാൻ എനിക്ക് കഴിയുമോ? പിശാചികൾക്ക് പറ, കഴിയും, യഹോവ എന്റെ കൂടെ ഉള്ളതിനാൽ, ദൈവം അവനോട് കൂടെ ഇരുന്നതിനാൽ. പറ, ദൈവം എന്റെ കൂടെ ഉള്ളതിനാൽ, ദൈവം എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. 1 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യഹോവ ഭക്തനായ മനുഷ്യനെ കുറിച്ച് പറയുന്നു. വായിക്കാം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ ദൈവത്തിന്റെ പൈതലെങ്കിൽ ഇവരുടെ കണ്ടീഷനുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, അതിലെ നടന്നവൻ പിന്നെ ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എഴുതിത്തള്ളി. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, അത് വായിച്ചേച്ച് എന്തുവാ വേണ്ടാത്തത് വായിച്ചേച്ച് ഇവിടെ വരുന്നതിന്റെ കാര്യം അല്ലേ പറഞ്ഞേ. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും വേർപാട് സൂക്ഷിച്ചവൻ, ദൈവകൃപ സൂക്ഷിച്ചവൻ, അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നവൻ, ദൈവത്തിന്റെ പ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കഴിക്കുന്നത്. എൻ്റെ ഒരുപാട് ഫേവറേറ്റ് ആയ ഒരു വാക്യമാണ്. ഞാൻ തക്ക കാലത്ത് ഫലം കഴിക്കും. ഇതിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു, 7 കൊല്ലം പഠിച്ചേച്ച് 3 ക്ലാസ് പാസ്സാകുമെന്നല്ല, ഞാൻ പാസ്സാകേണ്ട സമയം പാസ്സാകും. ഞാൻ കാലം തെറ്റി അല്ല കായ്ക്കുന്നത്, ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ബിസിനസ് ചെയ്യുന്നവരെ മുഴുവനും നശിച്ചിട്ടല്ല, ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. കായ്ക്കേണ്ടപ്പോൾ ഫലം കായ്ക്കും. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. യഹോവ എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ പറയാം, ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും? പറഞ്ഞു, ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. എന്റെ ഇല വാടുകയില്ല, എന്റെ ഇല വാടുകയില്ല, എന്റെ ഇല വാടുകയില്ല. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകല്ല, ഞാൻ ചിലത് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് പട്ടണത്തിൽ ചില വേലകൾ ചെയ്യാനുണ്ട്. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ, എന്റെ പട്ടണത്തിൽ, എന്റെ സഭയിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതിനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ദൈവം എന്തിനെന്നെ ഇവിടെ ആക്കി? പട്ടണത്തിന് വ്യത്യാസം വരുത്തുവാൻ. ഒരുപോലെ എല്ലാ കാലത്തും പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമിന്റെ സന്തതിയാകയാൽ മാറാൻ പോകുകയാണ്. കടൽ തീരത്തെ മണലായി വേറൊരാൾ പോകട്ടെ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആവർത്തന പുസ്തകം 29:8. ആവർത്തനം 29:8. ദയവായി വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ച് നടപ്പിൻ. അതൊരു മറക്കരുതാത്ത കാര്യമാണ്. ആകയാൽ ഒരുപാട് കാര്യം മേലിലുണ്ട്, അതുകൊണ്ടാ കൽപ്പനയൊക്കെ പറഞ്ഞേ. ആകയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് നമ്മൾ ഏറ്റു പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, അത് നിർബന്ധമായി ഏറ്റു പറയണം. അതിനുശേഷം ഈ കൽപ്പനയുടെ വചനങ്ങളെ പ്രമാണിക്കുകയും കൂടെ വേണം. ഈ കൽപ്പനയുടെ പ്രമാണങ്ങളെ പ്രമാണിച്ചാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ അവിടെ 2 മിനിറ്റ് എക്സ്ട്രാ എടുത്തോട്ടെ. 29-ാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ 2-3 വാക്യം ഒന്ന് വായിക്കാമോ? 10 മുതൽ 12 വരെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, നിന്റെ പാളയത്തിൽ വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി എന്നിങ്ങനെ എല്ലാവരും നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്ത പോലെയും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്ത പോലെയും ഇന്നു നിന്നെ തനിക്ക് ജനമാക്കേണ്ടതിനും
താൻ നിനക്ക് ദൈവമായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് ചെയ്യുന്ന നിയമത്തിലും സത്യബന്ധത്തിലും പ്രവേശിപ്പാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പഴയ പ്രസ്താവന നിൽക്കുന്നവരുടെ ചരിത്രമാണ്. നമ്മൾ ഇരുന്നാലും അവർ നിന്നാലും എല്ലാം ഒന്നും. അവർക്ക് കസേരയിടാൻ മരുഭൂമിയിൽ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ നിന്നേ ഉള്ളൂ. ഇവിടെ കസേരയിടാൻ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സാധിച്ചു. അതിൻ്റെ പദങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് വിറക് കീറുന്ന വേലക്കാരനും ഇടയിൽ പാർക്കുന്ന പരദേശിയും ഒരുമിച്ച് ദൈവത്തോടൊരു വ്യവസ്ഥ ചെയ്യുക. കുടുംബം കുടുംബമായി, ഞാനും എനിക്കുള്ള സകലതുമായി ദൈവത്തോട് വ്യവസ്ഥയുള്ളവർക്കായി സ്തോത്രം. ഇത് ഭയങ്കര പരാജയമുള്ള ഒരു ഏരിയയാണ്. ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഈ 3 പേർ 3 തലമുറകളിലുള്ളവർ ദൈവത്തെ തള്ളാതെ, ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട് ജീവിതത്തിൽ, ജയാപജയങ്ങൾ ഉണ്ട്, പക്ഷേ ദൈവത്തെ തള്ളാതെ 3 തലമുറ നിന്നതുകൊണ്ടാണ് ജനതതി വാഴ്ത്തപ്പെട്ടത്. എൻ്റെ സ്വന്തം ജീവിതം, കുടുംബം പുറകോട്ട് നോക്കിയാൽ, ഇതിനകത്തിരിക്കുന്ന ആര് നോക്കിയാലും വേദനാജനകമായ ഒരു ഭാഗമുണ്ട്. പിതാക്കന്മാരുടെ വഴിയാകെയില്ല മക്കൾ പലപ്പോഴും നടക്കുന്നത്. ഇസ്രായേലേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. ഇന്നിവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ ഗ്രൂപ്പല്ല, സീനായിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവർ. ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുന്നത് നീയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ വീട്ടിൽ വിറക് കീറുന്ന വേലക്കാരനും നിന്റെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശിയുമായി എന്നോട് ബന്ധപ്പെടാനാ, എന്നോട് ഒരു ഉഭയസമ്മതം ചെയ്യാനാ. ഇത് കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു. ആരും അതിനകത്ത് തികഞ്ഞവരെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലുമല്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കാഴ്ചപ്പാടിൽ കുഞ്ഞുങ്ങളെ കൂടെ വളർത്തുവാൻ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പലപ്പോഴും തെറ്റുന്നത് അവിടെയാണ്. ഇന്നിവിടെ രാവിലെ ദൈവവചനം ശുശ്രൂഷിച്ച ഡോക്ടർ ജോർജ് കോവൂരിൻ്റെ പിതാവ് ബാബുച്ചായനെ ഞങ്ങളങ്ങനെ വിളിക്കുന്നേ, കുരുവിള കോവൂർ, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിരുന്നൊരു പദമുണ്ട്, ഒരു കമ്പ്യൂട്ടറിൻ്റെ സദൃശ്യമാണ് മനുഷ്യൻ്റെ ജീവിതം എന്നൊക്കെ. ഞാനിന്ന് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ജോർജ് കോവൂരിവിടെ നിൽക്കുമ്പോഴേ അപ്പൻ്റെ വാചകങ്ങൾ പലതും ഓർത്ത്, അവൻ്റെ ഫേസ് കട്ട് അങ്ങനെ വന്നു, അതുകൊണ്ടാണ് അതിന് ഓർത്ത്. എൻ്റെ കയ്യിൽ ഒരു പ്രായോഗിക എക്സാമ്പിളാണ്. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. കഴിഞ്ഞ ദിവസം അതൊന്ന് സർവീസ് ചെയ്ത്, നമ്മുടെ ചർച്ചിലൊരു കുഞ്ഞാ ചെയ്തു തന്നെ. സർവീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇച്ചിരൂടെ നന്നായി അത് ഫങ്ഷൻ ചെയ്യേണ്ടതിന് അതിനകത്തെ ഒരു പ്രോഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഒക്കുമെന്ന് ഞങ്ങൾക്കൊരു ചിന്തയുണ്ടായി. ഞാൻ റോയ് ബ്രദറിനെ സമീപിച്ച് അദ്ദേഹത്തോട് ഇതിനകത്ത് വെച്ച് തന്നെ ഞാൻ റോയ് ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ഒന്നുകൂടെ ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ പെർഹാപ്സ് ഇത് ഇച്ചിരൂടെ നന്നായി വർക്ക് ചെയ്യും. എനിക്കൊരു വർക്ക് ചെയ്യുന്നത്, ആർക്കാണ് വർക്ക് ചെയ്യുന്നതിനോട് ഇഷ്ടമില്ലാത്ത? മടിയനോട് ആർക്കും ഇഷ്ടമല്ല, വർക്ക് ചെയ്യാത്തതിനോട് ആർക്കും ഇഷ്ടമല്ല. ഇച്ചിരൂടെ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യും. അങ്ങനെ റോയ് ബ്രദർ ടൈം എടുത്ത് ആ സൈറ്റിൽ പോയി ആ കമ്പനിക്കാരുടെ വെബ്സൈറ്റിൽ കണ്ട ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് എൻ്റെ മൊബൈലിലേക്ക് കയറ്റി തന്നു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം റോയ് ബ്രദറും സഹോദരന്മാർ പലരുണ്ടായിരുന്നു, ഏബിളും ഒക്കെ ഉണ്ട്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളെ ഡൗൺലോഡ് ചെയ്തു, പക്ഷെങ്കിൽ 0 ബൈറ്റ്സ് എന്നതേ കാണിക്കുന്നത്. അപ്പം ഇത് വൈറസ് ആകാനാണ് സാധ്യത. അപ്പം റോയ് കമ്പ്യൂട്ടറിന് കേടൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, എൻ്റെ കമ്പ്യൂട്ടർ വെൽ പ്രൊട്ടക്റ്റഡാണ്, കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങ് പോവുകയും ചെയ്തു. എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് രാത്രി 12 മണിയായി, ഡേറ്റ് ചേഞ്ചിൻ്റെ സമയമായി. രാത്രി 12 മണി 1 സെക്കൻഡ് ആകുമ്പോൾ അടുത്ത ഡേറ്റ് ആകും. കമ്പ്യൂട്ടർ ഡേറ്റ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയും അതിൽ ഉള്ള അത്രയും ശബ്ദങ്ങളും അപശബ്ദങ്ങളും കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ബഹളം, അലാറം അടിക്കുന്നു, റിമൈൻഡർ വരുന്നു, സകലവും കൂടെ ഒരുമിച്ച്. ഇവിടെ ഇതെന്തൊരു കളിയാണ്? ഞാൻ എടുത്തു നോക്കുമ്പോൾ അതേ കിടക്കുന്ന ഡേറ്റ് 16-ാം നൂറ്റാണ്ടാണ്. എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ മൊബൈൽ 16/1601 കാണിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലേക്ക് മാറി പുള്ളി. ശല്യമായാലും ചെവിതല കേട്ടിട്ട് വീട്ടിലിറക്കിയപ്പോൾ ഉള്ള സകല ശബ്ദവും എന്ന് വെച്ചാൽ എന്നാ ആത്മീയമാണെന്നറിയോ, എന്നാ ഉണർവാന്നറിയോ കമ്പ്യൂട്ടറിന്? എല്ലാ ഇനം ശബ്ദവും, എല്ലാ ഇനം അതിനുണ്ടാക്കാവുന്ന സകല ശബ്ദവും ഒരുമിച്ച. ഞാനൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. ഞാൻ സെറ്റ് ചെയ്തപ്പോൾ നേരെ ഏത് പോകുന്ന 2501 പറ. ഇതിനിടയ്ക്കൊരു ഒരു ഇയർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അത് വൈറസ് കയറിയതാണ്. ഞാൻ നല്ല പെർഫോമൻസിന് പോയതാ, സഹോദരന്മാരോട് റിക്വസ്റ്റ് ചെയ്ത് അപ്പോഴേ ഡൗട്ടും പറഞ്ഞതാ. പക്ഷെ പിന്നെ ഡൗട്ട് ചെയ്തിട്ട് എന്നെ എടുക്കാണ്, ഇതേ കൊണ്ട് കുത്തിയില്ലേ. പലപ്പോഴും പറ്റുന്നത് നമ്മിൽ പലരും അരുതാത്ത പലതും ശ്രദ്ധിക്കും. തൽക്കാലത്തേക്ക് മോഹനീയമെന്ന് തോന്നുന്ന, അഭികാമ്യമെന്ന് തോന്നുന്ന പലതിൻ്റെയും പുറകെ പോവും.
വൈറസ് കയറിയാൽ പിന്നെ ആർക്കും കൊള്ളുകയില്ലാത്ത ഗതികേടിലാകും. നീയും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ വിറക് കീറുന്ന അടുക്കള ജോലിക്കാരനും നിന്റെ ഇടയിൽ താമസിക്കുന്ന പരദേശിയുമായി വൈറസിന്റെ പുറകെ പോകാതെ എൻ്റെ വചനത്തിന് ഏൽപ്പിക്കപ്പെട്. ഞാൻ നിന്നോട് വ്യവസ്ഥ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വ്യവസ്ഥ ചെയ്യട്ടെ. മോഡേണിസം പേരെടുത്ത് പറയുന്നില്ല. പല പല ദോഷങ്ങൾ, പല വൈറസും അഭികാമ്യമായി തോന്നിയേക്കാം. ഇന്ന് പകൽ ചിലരുടെ പറയുമോ, കർത്താവേ, ഈ പഴയ പുസ്തകത്തിന് കീഴടങ്ങുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഈ പഴയ പുസ്തകത്തിന് കീഴടങ്ങുവാൻ പുരാതനായ 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 അതിനേക്കാൾ പുരാതനായ അങ്ങയുടെ പ്രമാണത്തിന് കീഴടങ്ങുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ ചിലരുണ്ടോ? നീ ഇന്ന് വന്നിരിക്കുന്നത് അതിന്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടാനാണ്. എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒറ്റ വാക്യം കൊണ്ട് ഞാൻ നിർത്താൻ പോകുക. ഇന്നത്തെ എൻ്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട്. ജനസിസ് 50:20. ഇനി വാക്യം വായിക്കുന്നില്ല. ഉൽപ്പത്തി 50:20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. യോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന വാചകമാണ്. യോസഫ് തന്റെ സഹോദരന്മാരോട് ക്ഷമിച്ചു. ഞാനിവിടെ ഒറ്റ വാചകം ഇടയ്ക്ക് കയറ്റി പറഞ്ഞോട്ടെ. തിരുവചനത്തിൽ ക്ഷമിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാനും നിങ്ങളും ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം. നിന്റെ സഹോദരൻ നിന്നോട് പിഴയ്ക്കുകയും അനുതപിച്ചു വരികയും ചെയ്താൽ നീ ക്ഷമിക്കണം. പിഴച്ചേച്ച് അനുതപിക്കാത്തവനോട് ക്ഷമിക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല. യോസഫ് തന്റെ സഹോദരന്മാരോട് ക്ഷമിച്ചത് അവർ 12 പേരും 11 പേരും വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വീണ ശേഷം അവരനുതപിക്കുന്നുവെന്ന് പ്രവൃത്തികളാൽ തെളിയിച്ചു. വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാതെ ദൈവം അങ്ങ് ക്ഷമിച്ചേക്കാൻ പറഞ്ഞാൽ ഏത് ദൈവമാണ് ക്ഷമിക്കാൻ വരിക? കുറ്റം ചെയ്തത് ഇനിയും ചെയ്യും ക്ഷമിച്ചേക്കാൻ പറഞ്ഞാൽ ഏത് ദൈവമാണ് ക്ഷമിക്കുക? അനുതാപത്തോടെ മടങ്ങി വന്ന് സഹോദരനോട് ചെയ്ത കുറ്റം തെറ്റിപ്പോയി എന്ന് സഹോദരന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് സാഷ്ടാംഗം വീണ് ദൈവപ്രമാണത്തിന് വിധേയനായപ്പോൾ ജോസഫ് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു. മറന്നില്ല, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, ദൈവം അതെനിക്ക് ഗുണമായി മാറ്റി. എൻ്റെ ദോഷം നന്മയ്ക്കായിരുന്നു. ഇന്ന് ചിലർ പറയുമോ, ഇന്നത്തെ എനിക്ക് ഭവിക്കുന്ന ദോഷം എൻ്റെ നന്മയ്ക്കാ. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്നത്തെ എൻ്റെ ദോഷം എൻ്റെ നന്മയ്ക്കാ. ഇന്നത്തെ എൻ്റെ ദോഷം എൻ്റെ നന്മയ്ക്കാ. എത്ര പേർക്കുന്നത് ഏറ്റു പറയാൻ സന്തോഷമുണ്ട്? ഇന്നത്തെ എൻ്റെ ദോഷം, പറഞ്ഞോ, ഇന്നത്തെ എൻ്റെ ദോഷം എൻ്റെ നന്മയ്ക്കാ. ഇന്നത്തെ എൻ്റെ ദോഷം എൻ്റെ നന്മയ്ക്കാ. എൻ്റെ മാത്രമല്ല, ഒരു ജനതയുടെ നന്മയ്ക്കാ. ഞാൻ എനിക്ക് മാത്രം ഉത്തരവാദിയല്ല, ഞാനൊരു ജനതയോട് ഉത്തരവാദിയാ. ഞാൻ എൻ്റെ തലമുറയോട് ഉത്തരവാദിയാ. എനിക്ക് പറ്റിയ ദോഷം ദൈവം അനുവദിച്ചതാകയാൽ അതെന്റെ തലമുറയുടെ, എൻ്റെ ജനതയുടെ വിടുതലിനാ. എൻ്റെ ഭവനത്തിന്റെ, പട്ടണത്തിന്റെ, സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ, പ്രസ്ഥാനത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ അല്പം കഷ്ടതയിലായെങ്കിൽ ദൈവം അത് ഗുണമായി മാറ്റുകയാ. ഇന്ന് പകൽ ദോഷത്തെ ഗുണമായി തിരിക്കുന്നവനായ ദൈവത്തിന്റെ കയ്യിലേക്ക് നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഞാൻ ചെയ്യുന്നതിൽ ദൈവം എൻ്റെ കൂടെ ഇരിക്കും. പുതിയ ബിസിനസ്സുകളിലേക്ക് കാലെടുത്ത് വയ്ക്കൂ. പുതിയ പഠനത്തിന്റെ മേഖലകളിലേക്ക് കൈനീട്ടൂ. പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പറ. പുതിയ ആത്മീക തീരുമാനങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. എൻ്റെ ദോഷം നന്മയ്ക്കായി മാറാൻ പോകുകയാ. ഞാൻ എനിക്ക് വേണ്ടി മാത്രം കരുതുന്നവനല്ല, എൻ്റെ സമൂഹത്തിന് വേണ്ടി കരുതുന്നവനാ. ദൈവം ഒരുവനെ വിളിച്ചാൽ കേവലം അവന് വേണ്ടി മാത്രമല്ല. അബ്രഹാമിനെ വിളിച്ചത് ഒരു ജാതിക്ക് പിതാവാകാനാ. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ വിളിച്ചത് ജാതിയുടെ നിലനിൽപ്പിനാ. യാക്കോബിനെ വിളിച്ചത് ജാതിയുടെ വർധനവിനാ. യോസഫിനെ വിളിച്ചത് ജാതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ശൗലിനെ വിളിച്ചത് ഭരിക്കാനാണ്. ആ ഭരണം ദോഷം ചെയ്തു. ദാവീദിനെ വിളിച്ചത് ആ സന്തതിയുടെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കാനാ. ജോസഫിനെ വിളിച്ചത് ആ സന്തതിക്ക് വേണ്ടി ആലയം പണിയാനാ. നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഇതിനകത്തിരിക്കുന്നവർ ഒറ്റ വ്യക്തി നിഷ്ഫലനായി പോകയില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് ആവർത്തിക്കട്ടെ. ഇന്നെന്നെ ഏറ്റെടുക്കുന്നവർ ഒറ്റ വ്യക്തി നിഷ്ഫലനായി മാറുകയില്ല. ഇന്നെന്റെ ദൂത് ഏറ്റെടുക്കുന്നവർ ഒറ്റ വ്യക്തി നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനി ഫലം കായ്ച്ചതുപോലെ ഫലം കായ്ച്ചിരിക്കും. ഇത് വൃഥാവായി പോകയില്ല.
ബേഥേലിൽ ദൈവം നിങ്ങളെ ആരാധിക്കാൻ കൊണ്ടുവന്നത് വന്നതുപോലെ പോയി വൃഥാവാകാനല്ല. നോ, നിങ്ങളെ പണിയേണ്ടതിനാണ്. നിങ്ങളെ പണിയേണ്ടതിനാണ്. എന്നെ പണിയേണ്ടതിനാണ്. നമ്മെ പണിയേണ്ടതിനാണ്. ഇന്ന് ബേഥേലേജി ട്യൂൺ ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന ദൈവമൈതലേ, നിങ്ങളെ പണിയേണ്ടതിനോ ദൈവം എന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ടെലിവിഷനിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, താങ്കളെ പണിയേണ്ടതിനാണ് ദൈവമെന്ന് താങ്കളോട് സംസാരിച്ചത്. പറ, ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും. എൻ്റെ ഇല വാടുകയില്ല. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കും. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് പകൽ സാധ്യമാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ജോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയായി, നിങ്ങൾ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയാകട്ടെ. കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ, തലമുറകൾ ഇനിയും അപ്പുറത്തോട്ടുണ്ടെങ്കിൽ, ഫലപ്രദമായ മുന്തിരിവള്ളിയെ വാഴ്ത്തപ്പെട്ടവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളടയ്ക്കാം, നമുക്ക് തിരുമുഖത്തേക്ക് നോക്കാം. കർത്താവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറാതെ തിരുമേനി ആരാധിച്ച് ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരുന്നതിനായി നന്ദി. ഇന്ന് പകൽ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബലവാനായ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരത്തിൽ ഈ സഭയിൽ ദൈവം അടിയനോടുകൂടെ തന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ അങ്ങ് തന്ന അധികാരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് തിരുനാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അവരുടെ വചനം പ്രമാണിക്കുന്ന ഏത് ദൈവവേദലും വാഴ്ത്തപ്പെട്ടത്. ഇന്നത്തെ ദോഷം നാളത്തെ നന്മയ്ക്കാക്കി മാറ്റുവാൻ കർത്താവ് ഇവരോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയച്ചാലും അത് യേശുവിന്റെ നാമത്തിൽ തന്നെ.